അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എല്ലാവരുടെ മനസ്സിൽ പറ്റിപ്പിടിച്ചു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത കാര്യം, ആ റഹീമിനെ അവിടെ നിന്ന്, സൗദിയിൽ നിന്ന് അവിടെ ജയിൽ മോചനം കിട്ടാൻ വേണ്ടി ചെയ്ത 34 കോടി രൂപ, അതിന് സ്വന്തം പണം 1 കോടി, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നുള്ള 1 ലക്ഷം രൂപ, ഇതുപോലെ ചെയ്ത കാര്യത്തിൽ എല്ലാവരുടെ മനസ്സിലും അദ്ദേഹം കയറി കഴിഞ്ഞു. അദ്ദേഹത്തിനെ എല്ലാവരും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിന് കാരണമുണ്ട്. അതുപോലെ ഇതിൽ മുമ്പ് ഒരു വീഡിയോ ഞാൻ കാണാൻ കഴിഞ്ഞു സഹോദരന്മാരെ. അത് നിങ്ങൾ ആദ്യം കാണുക, പിന്നെ സംസാരിക്കാം. കളിക്കാൻ 2 ദിവസമായി, ഭയങ്കര വിശപ്പുണ്ട്. കൊടുങ്ക ഭയങ്കര വിശപ്പായില്ലേ, ഭയങ്കര വിശപ്പായി. മൊബൈൽ ഫോൺ ഗൂഗിൾ ചെയ്യാനോ? ഗൂഗിൾ ചെയ്യേ എന്റെ അമ്മച്ചി. എല്ലാ ആള് ഭയങ്കര മാർക്കറ്റിംഗ്. ഞാൻ എന്റെ വലിയ പുലിയാണല്ലോ മാർക്കറ്റിംഗ്. എന്റെ അമ്മച്ചി നമസ്തേ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളെ ജോലി തരട്ടെ നമ്മുടെ കമ്പനിയിൽ. എന്തിനാ? നിങ്ങൾ നല്ല കഴിവുള്ള മനുഷ്യനാ, ജോലി ചെയ്യാം. നോക്കണോ? ജോലി വേണ്ട? കാലം പോയപ്പോ ഗൂഗിൾ പേ ചെയ്താൽ മതി. അതല്ല, ഇന്ന് തൊഴിലാളി ദിനം പ്രമാണിച്ചിട്ട് ഒരു ജോലി കൊടുത്തതിനുള്ള പണി കിട്ടിയെന്ന്. ഇവിടെ ബോച്ചയെ കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നു, സ്നേഹിതന്മാരും അതുപോലെ ഫാൻസ് അസോസിയേഷൻ, അതുപോലെ അവരുടെ കൂടെ കുറച്ച് യാചകന്മാരും. ഈ യാചകന്മാർ വന്ന് അടുത്ത് യാചിക്കാൻ വന്നു. സർവ്വസാധാരണമാണ് ആരോടെങ്കിലും കാണുമ്പോൾ യാചിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല എന്ന് എല്ലാം കാണിക്കുമ്പോൾ അവർ മൊബൈൽ ഫോൺ കാണിക്കുന്നു. ഇതെന്താണ്, മൊബൈൽ ഫോൺ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഗൂഗിൾ പേ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ യാചകന്മാരാണ് പറയുന്നത്. അപ്പോൾ ഈ ബോച്ച പറഞ്ഞു, എൻ്റെ കമ്പനിയിൽ നല്ല ആൾക്കാർ ഉഷാറാണല്ലോ, കമ്പനിയിൽ ജോലി തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർ ജോലിയും വേണ്ട, അതിൻ്റെ പണവും വേണ്ട എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. ഇത് നമുക്ക് പഠിക്കാനാണ് ഞാൻ കാണിച്ചതും, പഠിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് പഠിപ്പുകളുണ്ട്. നമ്മളാണ് എല്ലാം പഠിച്ചവർ. വല്ലാത്ത പഠിപ്പാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്കാരാണ് പറയാൻ എന്ന് പോലും. കൂടാതെ അവർക്ക് ഭയവുമുണ്ട്. ഇതുപോലെ ഇവർ പറയാൻ തുടങ്ങിയാൽ നമ്മുടെ അവസ്ഥ എന്തായി പോകുമെന്ന്. ആ ഭയമൊന്നും ആവശ്യമില്ല. നല്ല പോലെ തടി അനങ്ങി ജോലി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഈ യാചകർ യാചിച്ചതുപോലെ, യാചിക്കുമ്പോൾ പണം കൊടുത്തില്ല, ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. അതുപോലെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് ഒരു വീഡിയോ ചെയ്യുന്നു, ആ ചാനലിൻ്റെ താഴെ ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് അതിൽ കിട്ടുന്ന കാശ് നിങ്ങൾ ജീവിക്കുന്നു. എത്ര ആൾക്കാരാണ് ഇതുപോലെ ജീവിക്കുന്നത്? അടുത്ത വർഷം പാസ്സായി വരുന്നവരും, പാസ്സായി വരുന്ന എല്ലാ ഡിഗ്രിക്കാരും നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി, അതുപോലെയുള്ള സക്കാഫിയോ, സഹദിയോ, ദാരിമിയോ ഇതെല്ലാം നിങ്ങൾക്ക് ജോലി ചെയ്യാതിരിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ പള്ളിയിൽ ചോദിക്കാൻ പോകാനോ എവിടെയെങ്കിലും ബുക്കിംഗ് ചെയ്യാനോ അതൊന്നും തയ്യാറല്ല. അത് നിങ്ങളുടെ ആവശ്യവുമില്ല. ധാരാളം ഉസ്താദന്മാരുണ്ട്. അതുകൊണ്ട് എത്ര പഠിച്ചാലും നിങ്ങൾക്ക് ജോലി ചെയ്യാം, ബിസിനസ് ചെയ്യാം, ചെയ്തേ പറ്റൂ.
നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഈ യാചകന്മാരെ പോലെ ഗൂഗിൾ പേ, ഫോൺ പേ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. എങ്ങനെ ദീർഘായുസിന് വേണ്ടി വെറുതെ ദീർഘായുസ് വരാം, ബറക്കത്തുള്ള ദീർഘായുസ് വേണം. ബറക്കത്തുള്ള ദീർഘായുസ് എങ്ങനെ കിട്ടുക? ആ ആയുസിന്റെ ഇടക്ക് കുറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. ഒരാൾ ആയുസിന്റെ ഇടക്ക് കുറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ? എന്നാൽ അൽഹംദുലില്ലാ അത് ബറക്കത്തുള്ള ദീർഘായുസാണ്. അല്ലാതെ വെറുതെ കുത്തിത്തിരിപ്പായിട്ട് നടക്കുന്ന ആൾക്കാരാണോ? ബറക്കത്തില്ലാത്ത ആയുസാണ്. ഫിത്നയും ഫസാദും മാത്രം ഉണ്ടാക്കി നടക്കുന്ന ആളുകളാണോ? ബറക്കത്തില്ലാത്ത ആയുസാണ്. ഒരുപാട് മജ്‌ലിസ് ഇതൊന്നും ആവശ്യമുള്ള കാര്യമേ അല്ല. ഇത് പാവങ്ങളായ ജനങ്ങൾ നിങ്ങൾ പറഞ്ഞതെല്ലാം അത് തന്നെയാണ് ദീൻ എന്ന് കരുതി ഗൾഫിലുണ്ടാക്കുന്ന പണം കഷ്ടപ്പെട്ട് നയിച്ച് ജോലി ചെയ്ത് കച്ചവടം ചെയ്തുണ്ടാക്കുന്ന പണം നിങ്ങൾക്ക് ഇട്ട് തരുന്നു. അതിന് നിങ്ങൾ നല്ല സുഖമായി ജീവിക്കുന്നു. അവർക്ക് അതിൻ്റെ ശേഷം അവരുടെ പേരിൽ അവർക്കൊരു ദുആ ചെയ്യണമെങ്കിൽ പിന്നെയും കൈപ്പറ്റുന്നു, ക്യാഷ് ചോദിക്കുന്നു, അതും വാങ്ങിക്കുന്നു, തരുന്നതെല്ലാം വാങ്ങിക്കുന്നു. ഒരു ദുആ ചെയ്യാൻ പോലും ഫ്രീ ആയി ദുആ ചെയ്യാൻ പോലും നിങ്ങൾക്ക് മനസ്സില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇത്രയെല്ലാം പണം ഉണ്ടാക്കിയത് അതിനെങ്കിലും നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ചെറുതാണെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കണം. ഇതുപോലെ നിങ്ങൾ നിരന്തരം യാചിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇവിടെ നമ്മുടെ ബോച്ചെ ടീ പൗഡർ എന്ന് പറയുന്ന ആ ടീ പൗഡർ അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂപ്പണുകളും അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളും. അതിൻ്റെ മാർക്കറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കിട്ടും. എവിടെ വേണമെങ്കിലും വന്ന് അതിനെ ചെയ്യാം, അതിൻ്റെ മാർക്കറ്റ് ചെയ്യാം. ഇതുപോലെ ഈ ഗൂഗിൾ പേ ചെയ്ത് പാവങ്ങളുടെ പണം കൈപ്പറ്റി ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്ന് നിങ്ങൾ ഒറ്റ മിനിറ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. എത്ര ആൾക്കാരാണ് ജോലി ചെയ്യാതെ ഇതുപോലെ നിങ്ങളെപ്പോലെ കഴിയുന്നത്? അപ്പോൾ ജോലി തരാമെന്ന് പറയുമ്പോഴാണ് ഈ യാചകർ പോയത്, നമുക്ക് ജോലി വേണം, നമ്മൾ ഇത് തന്നെ ചെയ്തോളാം എന്ന്. അത്രക്കും ആ യാചകന്മാരെ പോലെ നിങ്ങളാകണോ ഇത്ര പഠിച്ചിട്ട് എന്ന് പോലും നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, നല്ലപോലെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ കാറിൻ്റെ പണം എവിടെ നിന്നാണ്? നാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് ആരുടെ പണമാണ്? ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ ദീനിൻ്റെ വക്താക്കന്മാർ എന്നാണ് നിങ്ങൾ പറഞ്ഞ് ഈ പണം കൈപ്പറ്റുന്നതും ഗൂഗിൾ പേ, ഫോൺ പേയിൽ ചെയ്യിപ്പിക്കുന്നതും. ദീനിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ ദീനിന് പ്രചരണം ചെയ്യാനും ദീനി കാര്യങ്ങൾ പറഞ്ഞു തരാനോ ആണെന്ന് നിങ്ങൾ പറയുന്ന എങ്കിലും നിങ്ങൾക്കതിൻ്റെ അവകാശമില്ല. പള്ളിയുടെ ജോലി, അതുപോലെ മദ്രസ എടുക്കൽ, അതുപോലെ ദർസ് എടുക്കൽ, കോളേജ് പഠിപ്പിക്കൽ, പള്ളിയിൽ ബാങ്ക് കൊടുക്കൽ, പള്ളി ക്ലീൻ ചെയ്യൽ, ഇതുപോലെയുള്ള കാര്യത്തിലാണെങ്കിൽ അതുപോലെ കാര്യത്തിൽ ഒരുപാട് ഉസ്താദന്മാർ ചെയ്യുന്നുണ്ട്. അത് അവരുടേതാണ് ശരിയായ ജീവിതം. ദീനിൻ്റെ പേരിൽ അവർക്ക് അത് കൈപ്പറ്റാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്കാണെങ്കിലോ സ്വന്തം വീട്ടിൽ സ്വന്തം ചാനൽ ഉണ്ടാക്കി അതിനെ നിങ്ങൾ ഓൺലൈൻ മജ്‌ലിസ് ഉണ്ടാക്കി, ഓൺലൈൻ സലാത്ത് ഉണ്ടാക്കി, അതിനെ നിങ്ങൾ പാവങ്ങളെ അതിനെ കാണാൻ പറഞ്ഞ് അവിടുന്ന് കിട്ടുന്ന കാശ്, അതുപോലെ ഈ സ്ത്രീകളിട്ട് തരുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, ഇതിൽ കഴിയുന്നത് അതത്ര അന്തസ്സുള്ളത് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ഒരു ഒറ്റ മിനിറ്റാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് നോക്കണം. പിന്നെ എന്നെ തെറി പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഓരോ നയാ പൈസയും അത് എവിടെ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം, നല്ലപോലെ ചിന്തിക്കണം സഹോദരന്മാർ. ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ ജീവിതം അത്ര നല്ല ജീവിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കത് നല്ലതാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അത് നല്ലപോലെ ചിന്തിച്ചാൽ അത് വളരെ ഈ യാചകന്മാരെ അദ്ദേഹം എന്താണ് ജോലി തരണോ എന്ന് ചോദിച്ച് ജോലി വേണ്ട, പണം വേണമെന്ന് പറഞ്ഞ് മറ്റിടത്ത് അവർ യാചിക്കാൻ പോയതാണ്, ജോലിക്ക് പോയതല്ല. അതാണ്. നിങ്ങൾ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക. ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല.
നിങ്ങൾ ഇതിനെ നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്കുള്ള മക്കളുടെ ഭാവിയും നല്ല രീതിയിലായിരിക്കുമെന്നാണ്. ആരുടെയോ കാശിൽ മക്കൾക്ക് പഠിപ്പിക്കുക, കല്യാണം എടുക്കുക, ഇതെല്ലാം അത്ര ശരിയല്ല. അതുകൊണ്ട് നല്ലപോലെ ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് ചിന്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.